ഹാനോക്കിന് 65 വയസ്സായപ്പോൾ അവൻ മെഥൂശലഹിനെ ജനിപ്പിച്ചു. 65-ാമത്തെ വയസ്സിൽ മെഥൂശലഹിനെ ജനിപ്പിച്ചു. ആ മകൻ ജനിച്ചതിന്റെ ശേഷം ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. എന്താണത്? മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ഹാനോക്ക് 300 സംവത്സരം ദൈവത്തോടുകൂടെ നടക്കുകയും. മെഥൂശലഹ് ജനിച്ചതിന്റെ ശേഷം ഹാനോക്ക് ദൈവത്തോട് ചേർന്ന് നടക്കാൻ തുടങ്ങി. ഒരത്ഭുതകരമായ ദാനം നേടിയെടുത്തു. അനുഗ്രഹീതനായ ഒരു പൈതലിനെ കെട്ടി. ആ മകൻ ജനിച്ച ശേഷം ആ മകനെ താൻ നോക്കുമ്പോൾ ഹാനോക്കിന്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ മേലുള്ളതായ വിശ്വാസം, ദൈവത്തോടുള്ളതായ വലിയ സ്നേഹം, ദൈവത്തോടുള്ള ആത്മാർത്ഥത, വിശ്വാസം ഇവ പടിപടിയായി ഉയർന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ദാനം നമുക്ക് ലഭിച്ചതിൻ്റെ ശേഷം, ദൈവത്തിൽ നിന്നും ഒരു അനുഗ്രഹം നമ്മൾ പ്രാപിച്ചതിൻ്റെ ശേഷം സാധാരണമായിട്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് വരുമോ അതോ ദൈവത്തെ വിട്ട് അകന്ന് ജീവിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങൾ എന്താണ് പറയുന്നത്? ദൈവമേ, എനിക്ക് ജോലി വേണം, ജോലി വേണം, ജോലി വേണം, ജോലി വേണം, ജോലി വേണം, 15,000 രൂപ ശമ്പളമുള്ള ജോലി മതിയെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം നിങ്ങളോട് കരുണ കാട്ടി 35,000 രൂപ ശമ്പളം കിട്ടുന്നതായി ജോലി നൽകി. പിന്നെ നിങ്ങൾ അടങ്ങിയിരിക്കുമോ? ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നിങ്ങൾ മുൻപോട്ട് പോകുമോ? ചോദിക്കട്ടെ, ഇപ്പോൾ ജോലി തന്നെ നിങ്ങളുടെ ദൈവമായിട്ട് മാറുകയില്ലേ? കച്ചവടത്തിൽ വലിയ നഷ്ടങ്ങൾ സംഭവിച്ചു. ഉണ്ടായിരുന്ന പണമെല്ലാം നഷ്ടപ്പെടാനിടയായി. കർത്താവേ, കർത്താവേ, കരുണ കാണിക്കണമേ, വ്യാപാരത്തെ നീ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് ബിസിനസ്സിനെ അനുഗ്രഹിച്ചു. പിന്നെ നിനക്ക് ലാഭം വരികയാണെങ്കിൽ ചോദിക്കട്ടെ, ദൈവത്തോട് കൂടുതൽ ചേർന്ന് നീ വസിക്കുമോ? ആരോഗ്യം വീണ്ടെടുക്കുന്ന സമയത്ത്, സമ്പത്ത് വീണ്ടെടുക്കുന്ന സമയത്ത്, അനുഗ്രഹം ഉണ്ടാകുമ്പോൾ ഇവയെല്ലാം കണ്ടുകൊണ്ട് ദൈവത്തോട് ചേർന്ന് വരുമോ? അതോ ദൈവമേ, സമാധാനമായി, പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ, ജോലിയിൽ നിന്ന് എന്നെ പിരിച്ചുവിടുമോ എന്നുള്ള ഭയത്തോടെയായിരുന്നു. എന്നാലിപ്പോൾ ലിസ്റ്റ് വന്നിരിക്കുന്നു, ആ കൂട്ടത്തിൽ എൻ്റെ പേരിൽ ഇനി 1 വർഷം. ഒന്നും പേടിക്കേണ്ട. ചോദിക്കട്ടെ, ദൈവം എന്നോട് കരുണ കാട്ടി, എൻ്റെ ജോലിയെ സ്ഥിരമാക്കി. ദൈവം കരുണ കാട്ടി, നല്ല വ്യാപാരം എനിക്ക് നൽകി. ദൈവം എന്നോട് കരുണ കാട്ടി, എനിക്ക് സാമ്പത്തികം തന്നു, നല്ലൊരു വീട് തന്നു. അതുകൊണ്ട് അന്ത്യം വരെ ദൈവത്തോട് കടപ്പെട്ടിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തോട് ചേർന്ന് വരുമോ അതോ ഇവയെല്ലാം കണ്ട് ദൈവത്തെ വിട്ട് അകന്നു പോകുമോ? സാധാരണ എല്ലാവരും ദൈവത്തെ വിട്ട് അകന്നു പോകും. എന്നാൽ ഹാനോക്കൊരു പാഠം പഠിപ്പിക്കുകയാണ്. മെഥൂശലഹ് ജനിച്ച ശേഷം ആ കുഞ്ഞിനെ കാണുമ്പോൾ ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിക്കാൻ തുടങ്ങി. ദൈവം എനിക്ക് 2 ആൺമക്കളെ തന്നു. ആ 2 മക്കളുടെ ജീവിതത്തിൽ കൂടി ഞാൻ ഒരുപാട് പാഠങ്ങൾ പഠിക്കാറുള്ളതാണ്. 2 മക്കളും ഇടയ്ക്കിടയ്ക്ക് തെറ്റുകൾ ചെയ്യാറുണ്ട്. അപ്പോഴെനിക്ക് വലിയ കോപമുണ്ടാകും. ആ കോപമുണ്ടാകുന്ന സമയത്ത് എനിക്കവരെ തല്ലുവാൻ തോന്നും. ചിലപ്പോൾ ഞാൻ അവരെ തല്ലുകയും ചെയ്യും. ഞാൻ എൻ്റെ മക്കളെ അടിച്ചതുപോലെ നിങ്ങൾ ആരും തന്നെ അടിച്ചിട്ടുണ്ടാവുകയില്ലെന്ന് തോന്നുന്നു. അത് സത്യമാണ്. ഒരുപാട് പ്രാവശ്യം എൻ്റെ കുട്ടികളെ ഞാൻ വടിയെടുത്ത് അടിച്ചിട്ടുണ്ട്. അവരുടെ ചെറുപ്പകാലത്തായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവരെ സ്നേഹിച്ചതുകൊണ്ടാണ്. അവരെ അടിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. എൻ്റെ ദൈവവും എന്നെ ഒരുപാട് സ്നേഹിക്കുന്നതുകൊണ്ട് പലപ്പോഴും എന്നെ അവൻ ശിക്ഷിക്കാറുണ്ട്. ഇത് സത്യമാണ്. ഞാൻ അവരെ അടിച്ച ശേഷം അവരെന്നോട് വന്ന് ക്ഷമ ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സലിയും, എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീരൊഴുകും. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാനും എൻ്റെ കർത്താവിനോട് ക്ഷമ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ കർത്താവ് എന്നോട് കരുണ കാണിക്കും. എൻ്റെ അവസ്ഥയെ കണ്ടുകൊണ്ട്, എൻ്റെ ബലഹീനത കണ്ടുകൊണ്ട് എൻ്റെ ദൈവവും കണ്ണുനീരൊഴുക്കും. എൻ്റെ മക്കൾ പലപ്പോഴും കുസൃതികൾ കാണിക്കുന്നതായ സമയത്ത് ഞാനവരെ കണ്ടിട്ട് കാണാതെ വിടും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവരോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ ക്ഷമയോടെ, സഹനത്തോടെ പലപ്പോഴും ആയിരിക്കുന്നത്. അത് കാണുമ്പോൾ എൻ്റെ ദൈവത്തെക്കുറിച്ചും എനിക്ക് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ എന്നെ കാണുമ്പോഴും, എൻ്റെ തെറ്റുകൾ കാണുമ്പോൾ, വീഴ്ചകൾ കാണുമ്പോൾ ദൈവം പലപ്പോഴും അതെല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുകയാണെന്ന്. എൻ്റെ മക്കളുടെ അവരുടെ കുറവുകൾ, അവരുടെ തെറ്റുകൾ, ഇവയെല്ലാം തന്നെ ഒരു പിതാവെന്ന നിലയിൽ എൻ്റെ ഉത്തരവാദിത്തങ്ങളെ എന്നെ പഠിപ്പിക്കുകയാണ്. അവരുടെ മുൻപിൽ സ്നേഹത്തോടെ, ക്ഷമയോടെ, സഹനത്തോടുകൂടി ആയിരിക്കണമെന്ന് വീണ്ടും എന്നെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിലെനിക്ക് ദൈവത്തെ കാണാൻ കഴിയുന്നു. ഇന്നിനെ കേൾക്കുന്ന സഹോദര, സഹോദരി, ഹാനോക്ക് മെഥൂശലഹിനെ ജനിപ്പിച്ച ശേഷം ദൈവത്തോട് കൂടുതൽ ചേർന്ന് വസിച്ചു. ദൈവത്തോട് ചേർന്ന് വരുവാനിടയായി. ദൈവത്തോടുകൂടെ നടക്കുവാൻ ആരംഭിച്ചു. മെഥൂശലഹിന്റെ ജനനം ഹാനോക്കിനെ ദൈവത്തോട് കൂടുതൽ അടുപ്പിച്ചു. ഒരു അനുഗ്രഹം നമ്മെ ദൈവത്തോട് കൂടുതൽ ചേർക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരു അനുഗ്രഹം നമ്മെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുവാൻ പാടില്ല. ചോദിക്കട്ടെ, ദൈവം നൽകിയ അനുഗ്രഹം
ദൈവം നൽകിയ സമ്പത്ത്, ദൈവം നൽകിയ സൗന്ദര്യം, ദൈവം നൽകിയതായ ആരോഗ്യം, ഇവയെല്ലാം നിങ്ങളെ ദൈവത്തിൽ നിന്നും അകറ്റുകയാണോ അതോ കൂടുതൽ ദൈവത്തോട് അടുപ്പിക്കുകയാണോ ചെയ്യുന്നത്? ഒരു നിമിഷം ശ്രദ്ധിക്കുക. ഒരുപക്ഷെ ദൈവം തന്നിരിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം നിന്നെ ദൈവത്തിൽ നിന്നും അകറ്റിക്കളയുകയാണെങ്കിൽ നീ നാശത്തിൻ്റെ വക്കിലാണ്. മറക്കരുത്. ഹാനോക്കിനെ പോലെ ദൈവത്തോടുകൂടെ നടക്കുവാനായി ശ്രമിക്കുക. അങ്ങനെയുള്ളൊരു ജീവിതം എനിക്ക് വേണമെന്ന് പറയുന്നവരുണ്ടെങ്കിൽ വരൂ, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ വ്യക്തമായി സംസാരിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. കയീന്റെ സന്തതി, ശേത്തിന്റെ സന്തതി, അവർക്ക് രണ്ടുപേർക്കും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ ഓരോ സന്തതികളും എങ്ങനെയൊക്കെയാണോ ജീവിച്ചത്, ഒരാൾ അനുഗ്രഹിക്കപ്പെട്ടു, മറ്റൊരാൾ ശപിക്കപ്പെട്ടു. അനുഗ്രഹിക്കപ്പെട്ട സന്തതിയിൽ നിന്നാണ് ഹാനോക്ക് വന്നത്. തനിക്ക് ഒരു മകൻ ജനിച്ചതിൻ്റെ ശേഷമാണ് നിന്നോട് കൂടുതൽ ചേർന്ന് വസിക്കുവാൻ ആരംഭിച്ചത്, ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ തുടങ്ങിയത്. അനുഗ്രഹം ദൈവത്തിൽ നിന്ന് അകറ്റാൻ പാടില്ല, ദൈവത്തോട് അടുപ്പിക്കണം. ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് അകന്ന അനുഭവം ഉണ്ടാക്കുവാൻ പാടില്ല. വരും കാലങ്ങളിൽ ഞങ്ങളിൽ നിന്ന് കർത്താവ് നിന്നെ സേവിക്കുകയും നിനക്ക് വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട തലമുറകൾ എഴുന്നേൽക്കും. ഇത് വളരെ സത്യമായുള്ളതായ കാര്യമാണ്. അതുപോലെ ഞങ്ങൾ എവിടെ ജീവിച്ചാലും നിന്റെ സാക്ഷികളായി ജീവിക്കുന്നതാണ് മഹാഭാഗ്യം എന്ന സത്യം മറന്നുപോകാതിരിക്കാൻ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.